ഓഹരി വിപണി കഴിഞ്ഞ ആഴ്ച അതിദയനീയമായ തകർച്ചയ്ക്ക് വിധേയമാകുന്നതാണ് കണ്ടത്. ടെക്നോളജി സ്റ്റോക്കുകളുടെ വില തകർച്ച മൂലം മറ്റ് ഓഹരികളും തകർന്നതായിരുന്നു അതിന് കാരണം. വലിയ തോതിൽ തകർച്ച നേരിട്ടതിന്റെ നടുക്കം മാറാതെ അങ്കലാപ്പിലാണ് ഇപ്പോഴും നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷവും. ഈ സാഹചര്യത്തിലാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ വിപണിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വിപണിക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിനു മുമ്പായി വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ ഓഹരി വിപണിയിൽ വലിയ തോതിലുള്ള പ്രസരിപ്പാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ നിഫ്റ്റി 26,000 പോയിന്റ് വീണ്ടെടുക്കുന്നത് പോലും കണ്ടു. അത്രയ്ക്ക് പ്രതീക്ഷ പകർന്നുകൊണ്ടിരിക്കെയാണ് പെട്ടെന്ന് വിലത്തകർച്ച ഉണ്ടായത്. അങ്ങനെ വിലത്തകർച്ച ഉണ്ടാകാനുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നോളജി സ്റ്റോക്കുകളുടെ വിലത്തകർച്ചയായിരുന്നു. അമേരിക്കയിലെ AI സ്റ്റാർട്ടപ്പായ ആന്ത്രോപിക്ക് കോർപ്പറേറ്റ് ലീഗൽ ടീമുകളുടെ പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച ഏതാനും പ്ലഗിൻ ടൂളുകൾ സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികളുടെ ഭാവിയെ പോലും ബാധിക്കുന്നതാണെന്ന തരത്തിൽ പ്രചാരണം ഉണ്ടായതാണ് വിപണി തകരാൻ കാരണം. ഇതിനു മുമ്പുള്ള ആഴ്ചയിലും ഇതിന്റെ പേരിൽ വിലത്തകർച്ച ഉണ്ടായിരുന്നു. എന്നാൽ അത് ക്രമേണ ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം ഒരു രണ്ടാം തരംഗം എന്ന നിലയിലാണ് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇടിവുണ്ടായത്. ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സർവീസ് വ്യവസായത്തിന് വലിയ പരിഭ്രാന്തിയാണ് അനുഭവപ്പെട്ടത്. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സർവീസ് വ്യവസായം എന്ന് പറയുന്നത് ഏതാണ്ട് 25,000 കോടി US$. ഇങ്ങനെ ഭീമമായ വിലത്തകർച്ച ഉണ്ടായതിനെ തുടർന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് വലിയ തോതിൽ തകർന്നു. എന്ന് മാത്രമല്ല, എല്ലാ IT കമ്പനികളുടെയും ഓഹരികള് തീരെ താഴ്ന്ന നിലവാരത്തിലേക്ക് താഴ്ന്നതും കണ്ടു. TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, എംഫസിസ്, ടെക് മഹീന്ദ്ര, വിപ്രോ തുടങ്ങിയവയ്ക്കൊക്കെ വലിയ തോതിൽ തന്നെ പരിക്കേറ്റു. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സർവീസ് പ്രൊവൈഡറാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS. TCSന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 10 ലക്ഷം കോടി രൂപയ്ക്ക് താഴേക്ക് എത്തുന്നതാണ് കണ്ടത്. ഇത് മാത്രമല്ല, TCSന്റെ ഓഹരി വില 5.5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തുന്നതും കണ്ടു. ഇത്ര മോശമായ അവസ്ഥ സ്വാഭാവികമായും നിക്ഷേപകരെ ഒന്നടങ്കം തന്നെ അസ്വസ്ഥമാക്കി. ഗ്ലോബൽ ബ്രോക്കറേജായ ജെഫറീസ് സോഫ്റ്റ്വെയർ കമ്പനികളുടെ ഭാവി സംബന്ധിച്ച് ഒരു വിശേഷണം നൽകിയിരുന്നു, സാസ്പകാലിപ്സ് എന്ന്. അതായത് സോഫ്റ്റ്വെയർ കമ്പനികളുടെ സർവനാശം എന്ന അർത്ഥത്തിലാണ് ജെഫറീസ് ആ വിശേഷണം നൽകിയത്. അതിന്റെ ആ ഭയാനകമായ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിപണി തകർന്നതെന്ന് പറയാം. വിപണിയുടെ തകർച്ചയ്ക്ക് കാരണമായ മറ്റൊന്ന് US നിന്ന് പുറത്തു വന്ന ജനുവരിയിലെ ജോബ് റിപ്പോർട്ടാണ്. ആ ജോബ് റിപ്പോർട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരുന്നു. കാരണം 1,30,000 തൊഴിലുകൾ ജനുവരിയിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു. അതിനു പുറമെ തൊഴിലില്ലായ്മയുടെ നിരക്ക് 4.3% താഴ്ന്നതും കണ്ടതായാണ് ഈ ജനുവരി റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ ഭേദപ്പെട്ട കണക്കുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് അമേരിക്കക്ക് സന്തോഷപ്രദമാണെങ്കിലും ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങൾക്ക് അത്ര സന്തോഷകരമല്ല. കാരണം അവിടുത്തെ സ്ഥിതി മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായും US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യത മങ്ങും. അങ്ങനെ ആ സാധ്യത മങ്ങുമ്പോൾ വിദേശ ധനസ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് വൈകുന്നതിനും ഇടയാക്കും. വിപണിയെ തളർത്തിയ മറ്റൊരു കാരണം ഇറാനു നേരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളാണ്. ന്യൂക്ലിയർ ഡീൽ സാധ്യമാകുന്നില്ലെങ്കിൽ ഇറാനു നേരെ കടുത്ത സൈനിക നടപടി പ്രഖ്യാപിക്കുമെന്ന് ആവർത്തിച്ചാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വിപണിയെ അസ്വസ്ഥമാക്കി. കാരണം ഇറാനു നേരെ ഒരു സൈനിക നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ആ മേഖലയിൽ ഉണ്ടാക്കുക. ആഗോള സമ്പദ് വ്യവസ്ഥയിലും അതിന്റെ പ്രതിഫലനം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വിപണിയിലും അതിന്റെ ആഘാതം അനുഭവപ്പെട്ടത്. മറ്റൊന്ന്, ബംഗ്ലാദേശിന് ടെക്സ്റ്റൈൽ കയറ്റുമതിയുടെ കാര്യത്തിൽ ചില നിബന്ധനകൾക്ക് വിധേയമായി സീറോ താരിഫ് ഏർപ്പെടുത്തിയതാണ്. അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പരുത്തി കൊണ്ട് വസ്ത്രങ്ങൾ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിന് സീറോ താരിഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അമേരിക്കയുടെ അറിയിപ്പ്. ഇത് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖലയെ വല്ലാതെ അസ്വസ്ഥമാക്കി. കാരണം ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ കയറ്റുമതി വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ഈ ഒരു പരിഭ്രാന്തി ആവശ്യമില്ലാത്തതാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇതേ നിബന്ധന തന്നെ ആയിരിക്കും ഇന്ത്യയുടെ കാര്യത്തിലും അമേരിക്ക സ്വീകരിക്കുക എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മാർച്ച് പകുതിയോടെ ഒപ്പുവയ്ക്കപ്പെടുന്ന കരാറിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടാവുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
അപ്പൊ അതിനാൽ ടെക്സ്റ്റൈൽ മേഖലയിലെ ഓഹരികൾക്കുണ്ടായ വില തകർച്ച താൽക്കാലികമായിരുന്നു എന്ന് സമാധാനിക്കാം. വിപണി അസ്വസ്ഥമാക്കിയ മറ്റൊരു ഘടകം പണപ്പെരുപ്പത്തിന്റെ നിരക്കാണ്. ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനപ്പെടുത്തിയ പണപ്പെരുപ്പ നിരക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഡിസംബറിൽ 1.33% മാത്രമായിരുന്നു. എന്നാൽ ജനുവരിയിലെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് 2.75%. ഈ വർധന വിപണി അസ്വസ്ഥമാക്കി. രാജ്യം വീണ്ടും വിലക്കയറ്റത്തിലേക്ക് പോകുകയാണോ എന്ന ആശങ്ക പരത്തുന്നതായിരുന്നു ആ നിരക്ക്. ഇനി വിപണിയെ അടുത്ത ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ ഇടയുള്ള അല്ലെങ്കിൽ വിപണിക്ക് പ്രതീക്ഷ പകരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. US ജോബ് റിപ്പോർട്ട് വളരെ മെച്ചപ്പെട്ടതാണെന്നും അതിന്റെ ഫലമായി പലിശ നിരക്കുകൾ ഉടനെയെങ്ങും കുറയാൻ സാധ്യതയില്ലെന്നും ഉള്ള അനുമാനം അതത്ര ശരിയാണോ എന്ന കാര്യത്തിൽ പല സാമ്പത്തിക നിരീക്ഷകർക്കും സംശയമുണ്ട്. കാരണം ഇപ്പോഴത്തെ സ്ഥിതിക്ക് ജൂണിൽ വീണ്ടും ഒരു 0.5% ഇളവിന് ഫെഡറൽ റിസർവ് തയ്യാറായേക്കും എന്ന് തന്നെയാണ് ഈ സാമ്പത്തിക നിരീക്ഷകരുടെ അനുമാനം. ഇനി ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അമേരിക്ക അനുവർത്തിക്കുന്ന സീറോ ഡ്യൂട്ടി നയം സംബന്ധിച്ച് അക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇന്ത്യയുടെ കാര്യത്തിലും അതേ നയം തന്നെയായിരിക്കും അമേരിക്ക തുടരുക എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ടെക്സ്റ്റൈൽ മേഖലയ്ക്കും പരിഭ്രാന്തിയുടെ ആവശ്യമില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റിസർച്ച് റിപ്പോർട്ട് നോക്കാം. അതിൽ പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സാധ്യമാകുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ അതിഭീമമായ വർധന ഉണ്ടാകുമെന്നാണ്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ 75%-നും ഫലത്തിൽ സീറോ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാവുക. ഇത് സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാര മെച്ചപ്പെടുത്തുകയും ചെയ്യും. SBIയുടെ തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വ്യാപാര കരാർ മൂലം ഇന്ത്യയുടെ GDP-യിൽ 1.1% വർധനയ്ക്ക് സാഹചര്യം ഉണ്ടാകുമെന്നുമാണ്. ഇതൊക്കെ തന്നെ വിപണിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. ഇവയ്ക്ക് പുറമെ ഇൻഫ്ലേഷന്റെ കാര്യം നോക്കിയാൽ ഇൻഫ്ലേഷൻ 1.33%-ൽ നിന്ന് 2.75%-ലേക്ക് ഉയർന്നു എന്നത് ശരിയാണ്. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. അതായത് 1.33% ഡിസംബറിലെ പണപ്പെരുപ്പം. അതിന് കാരണം അത് കണക്കാക്കിയിരുന്നത് 2012 അടിസ്ഥാന വർഷം എന്ന നിലയിലായിരുന്നു. എന്നാൽ ജനുവരിയിലെ 2.75% നിരക്ക് കണക്കാക്കിയിരിക്കുന്നത് 2024 അടിസ്ഥാന വർഷമായി സ്വീകരിച്ചിട്ടുള്ളതിനാലാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ബേസ് ഇയർ, അതായത് അടിസ്ഥാന വർഷം 2024 മാറിയിരിക്കുന്നു. ഇത് വളരെ നല്ല ഒരു തീരുമാനമാണ്. കാരണം ഇത് കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതും കൂടുതൽ സമകാലികവുമാണെന്ന പ്രത്യേകതയുണ്ട്. ഇതിനൊക്കെ അപ്പുറം 2.75% എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ടോളറൻസ് ലെവൽ, അത് സഹന നിലവാരം, അത് 4%. അതിനേക്കാൾ എത്രയോ താഴെയാണ് ഈ 2.75%. വിപണിക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊന്ന് റോൾസ് റോയ്സ് കമ്പനിയുടെ അധിപൻ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഇന്ത്യ സന്ദർശനമാണ്. ഡൽഹിയിലെത്തിയ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി ചർച്ച നടത്തുകയും റോൾസ് റോയ്സിന്റെ ജെറ്റ് എഞ്ചിനുമായി ബന്ധപ്പെട്ട വളരെ വലിയ തോതിലുള്ള വികസന പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇത് വിദേശങ്ങളിൽ നിന്നുള്ള മറ്റ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് പ്രയോജനമാകുമെന്നും കൂടുതൽ വ്യവസായികൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുമെന്നും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി വിപണിക്ക് പ്രതീക്ഷ പകരുന്ന ഏറ്റവും വലിയ കാര്യം പറയാം. അതായത് ഏതാനും ദിവസങ്ങളായി സ്മോൾ ക്യാപ് ഓഹരികളിൽ വലിയ തോതിലുള്ള ആവേശമാണ് പ്രകടമാകുന്നത്. 2025 സ്മോൾ ക്യാപ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ വർഷങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ 2026 വെറും 2 മാസം പോലും പിന്നിടുന്നതിന് മുമ്പ് സ്മോൾ ക്യാപ് ഓഹരികളിൽ ഉണ്ടായിരിക്കുന്ന വർധന ഏകദേശം 28%. അത് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഉണ്ടായിരിക്കുന്ന വർധന 28%. ഇത് മാത്രമല്ല 120-ലേറെ കമ്പനികളുടെ ഓഹരികൾ ഏതാണ്ട് ഇരട്ട അക്കത്തിലുള്ള നേട്ടം നിക്ഷേപകർക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. ഇങ്ങനെ സ്മോൾ ക്യാപ് ഓഹരികൾക്ക് പെട്ടെന്നുണ്ടായ പ്രയത്ന കാര്യം ഇവയുടെ വില നിലവാരം വളരെ ആകർഷകമായ തലത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നതാണ്. മറ്റൊരു കാര്യം, ഡിസംബർ 31 അവസാനിച്ച അതായത് Q3-ലെ വരുമാനം, ഇതിലെ പല കമ്പനികളുടെയും വരുമാനം വളരെ ആകർഷകമായിരുന്നു എന്നതുമാണ്. ഈ സാഹചര്യത്തിൽ പല സ്മോൾ ക്യാപ് ഓഹരികളുടെയും വിലയിൽ ഏതാണ്ട് നല്ല വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല ചില ഓഹരികളുടെ വിലയിൽ 45% വരെ വർധന ഉണ്ടായിട്ടുണ്ട്. 30-40% വരെ തിരുത്തലിന് വിധേയമായ കമ്പനികളാണ് ഇവയിൽ പലതും എന്ന് ഓർക്കണം.
ഇതിനർത്ഥം സ്മോൾ ക്യാപ് ഓഹരികളുടെ മുന്നേറ്റം ആരംഭിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി പറയാനാവില്ലെങ്കിലും ഏകദേശം അനുകൂലമായ മറുപടിയാണ് ഉണ്ടാകുന്നത്. കാരണം അതിനുള്ള സൂചനകളാണ് വിപണിയിൽ നിന്നിപ്പോൾ ലഭിക്കുന്നത്. വിവിധ മേഖലകളിലുള്ള സ്മോൾ ക്യാപ് ഓഹരികളിൽ മുന്നേറ്റം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ക്യാപിറ്റൽ ഗുഡ്സ്, കെമിക്കൽസ്, ഇൻഫ്രാസ്ട്രക്ചർ, ടെക്സ്റ്റൈൽസ്, ഓട്ടോ ആൻസറീസ് തുടങ്ങിയവയുടെയൊക്കെ ഓഹരികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഓഹരികളുടെ കൂട്ടത്തിൽ MRPL, ആർത്തി ഇൻഡസ്ട്രീസ്, കരൂർ വൈശ്യ ബാങ്ക്, GE ഷിപ്പിംഗ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ബന്ധൻ ബാങ്ക്, വെൽസ്പൺ ലിവിംഗ്, IFCI, സിർമാസ് SGS ടെക്നോളജി തുടങ്ങിയവ ഉൾപ്പെടുന്നു. വിപണിക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു സുപ്രധാന ഘടകം വിദേശ ധനസ്ഥാപനങ്ങളുടെ തിരിച്ചുവരവാണ്. വലിയ തോതിലല്ലെങ്കിലും വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ കരുതലോടെയാണ് അവയുടെ തിരിച്ചുവരവ്. ഇതിന് പ്രധാന കാരണം രൂപ കരുത്താർജിക്കുന്നതാണ്. US ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ കരുത്താർജിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. ഇതിന് പ്രധാന കാരണം വ്യാപാര കരാർ ഉടൻ തന്നെ സാധ്യമാകും എന്നതാണ്. ഇതാണ് വിദേശ ധനസ്ഥാപനങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. 2025 ഏതാണ്ട് 1900 കോടി US ഡോളറിന്റെ ഓഹരികളാണ് വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിറ്റ് മാറിയത്. ആ സ്ഥാനത്ത് 2026 ഫെബ്രുവരി പകുതിയാകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഏതാണ്ട് 200 കോടി US ഡോളറിന്റെ ഓഹരികൾ അവ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു. പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഘടകം ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് റേറ്റിംഗ്സ് ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് ആണ്. അതായത് വരുന്ന 12-18 മാസങ്ങളിൽ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയ്ക്ക് വളരെ നല്ല കാലമായിരിക്കുമെന്നും കിട്ടാക്കടം വളരെ താഴ്ന്ന തോതിലായിരിക്കുമെന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ബാങ്കുകൾക്ക് കഴിയുമെന്നും മറ്റുള്ള അനുമാനമാണ് മൂഡീസ് റേറ്റിംഗ്സ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഓഹരി വില സൂചികകളുടെ നിലവാരവും സാധ്യതകളും പരിശോധിക്കാം. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 82,626.76 നിലവാരത്തിലാണ്. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,471.10 നിലവാരത്തിലും. കഴിഞ്ഞ ആഴ്ച 26,000 പോയിന്റ് വരെ ഉയർന്ന സൂചികയാണ് ഇങ്ങനെ 25,471.10 നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത് 60,186.65 നിലവാരത്തിലാണ്. ഇത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം നിഫ്റ്റി ബാങ്ക് ആ സൂചികയ്ക്ക് 60,000 പോയിന്റിന് മേൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് എടുത്തു പറയത്തക്ക നേട്ടം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് ലഭിച്ചേക്കാവുന്ന പിന്തുണ വരുന്ന ആഴ്ച 25,000 പോയിന്റിനും 25,100 പോയിന്റിനും ഇടയിലായിരിക്കുമെന്ന് കരുതുന്നു. അതേസമയം വിപണിക്ക് മുന്നേറാനാണ് അവസരം ലഭിക്കുന്നതെങ്കിൽ പ്രതിരോധം അനുഭവപ്പെടാവുന്ന നിലവാരം 25,750നും 25,850 പോയിന്റിനും ഇടയിലായിരിക്കും. ഈ കടമ്പ പിന്നിടുക മാത്രമല്ല, ഏതാനും ദിവസം ആ നിലവാരത്തിൽ കുറച്ചു നിൽക്കാൻ കഴിയുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ സൂചികയ്ക്ക് 26,000 പോയിന്റിന് അപ്പുറത്തേക്കുള്ള ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നിക്ഷേപകർക്ക് പ്രയോജനകരമായ ചില തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ABB ഇന്ത്യ ലിമിറ്റഡ് 19 ഡിസംബർ 31 അവസാനിച്ച ത്രൈമാസത്തിലെ പ്രവർത്തന ഫലം പ്രസിദ്ധീകരിക്കും. ഇനി ഏതാനും കമ്പനികൾ ഡിവിഡന്റ് വിതരണവുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോളോ ഹോസ്പിറ്റൽസ്, എസ്ഫോർട്സ് കുബോട്ട, ടോറന്റ് പവർ എന്നിവ 16 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 17 മിസസ് ബെക്കേഴ്സ് സ്പെഷ്യാലിറ്റീസ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി. ONGC, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL എന്നിവയുടെ റെക്കോർഡ് തീയതി 18. ഫെബ്രുവരി 19 AVT നാച്ചുറൽ പ്രോഡക്ട്സ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ്, IRCTC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, DCW ലിമിറ്റഡ്, കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് എന്നിവ ഫെബ്രുവരി 20 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു.